88 മുതൽ ഏതാണ്ട് 2006 വരെ ദേശാഭിമാനി, അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൈരളി തുടങ്ങിയത്. അപ്പോൾ കൈരളിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ 2006 വരെ പൂർണ്ണസമയ മാധ്യമ പ്രവർത്തനമായിരുന്നു. ഏകദേശം പകുതി ബ്യൂറോയിലും പകുതി ഡെസ്കിലുമായിരുന്നു. 90-കൾക്ക് ശേഷം നമ്മുടെ മാധ്യമ മേഖലയിൽ വലിയ തോതിൽ മാറ്റം വന്നു. മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ ലാഭം ലക്ഷ്യമാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളായി മാറ്റി. 2 പുസ്തകമുണ്ട്. പത്രം കുട്ടികളെ എന്നുള്ളത് പത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രവും അവരുടെ പ്രവർത്തന രീതിയൊക്കെ. പിന്നെ ഒന്ന് TV കാണാം കുട്ടികളെ. എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുന്നത് തന്നെ സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാനകോശം എന്നൊക്കെയാണ്. അച്ഛൻ്റെ ആദ്യ പ്രണയം അക്ഷരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകങ്ങളുടെ നടുക്കാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും. എനിക്കൊരു സഹോദരനാണുള്ളത്. ചേട്ടനും മാധ്യമ പ്രവർത്തനത്തിലേക്കാണ് കടന്നത്. എൻ്റെ അമ്മ ഫിലോസഫിയുടെ പ്രൊഫസർ MJ രാജമ്മ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത്. അമ്മ വളരെ നല്ല വായനക്കാരിയായിരുന്നു. ഞാൻ പിന്നെ SFIയിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. അന്ന് SFIയുടെ മുഖപത്രമായ സ്റ്റുഡൻറ്റിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന എൻ്റെ ബാച്ചിൽ ഞാൻ ഒറ്റ സ്ത്രീയെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് മാതൃഭൂമി മനോരമയൊന്നും പെൺകുട്ടികളെ എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പക്ഷേ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഇല്ലാതെ നല്ല മാധ്യമ പ്രവർത്തകയാകാൻ കഴിയില്ല. ഗോന്നപ്പിള്ളയുടെ മകളല്ല എന്നും ശിവൻകുട്ടിയുടെ ഭാര്യ അല്ല എന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിഷേധിക്കാൻ പറ്റാത്ത സത്യങ്ങളാണ് അതൊക്കെ. നമ്മളെപ്പോഴും നമ്മുടെ അച്ഛനായാലും നമ്മുടെ പ്രത്യയശാസ്ത്രം ആയാലും രാഷ്ട്രീയമായാലും അമ്മയായാലും നമ്മുടെ എഴുത്തും വായന ആയാലും നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അതുപോലെ തന്നെ എഴുത്തിനെ കുറിച്ച് സഹാവിൻ്റെ നിർദ്ദേശങ്ങളും ഇതെല്ലാം വരുന്നുണ്ടോ? ശിവൻകുട്ടി യഥാർത്ഥത്തിൽ ചെറുപ്പത്തിലേക്ക് വളരെയധികം വായിക്കുകയും ഈ ഗ്രാമീണ വായനശാലകളിലൂടെ വായിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നതുമൊക്കെ. എങ്കിലും പിന്നീട് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു നിലയിലേക്ക്, ഒരു ഡൂവറാണ്, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വളരെ സഹായകമായ ഒന്ന്, ഏറ്റവും അധികം ശിവൻകുട്ടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എഴുത്തും വായനയാണ്. അപ്പോൾ അത് തീർച്ചയായും എൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതിനും പുസ്തകങ്ങൾ ആയി പ്രസിദ്ധീകരിക്കുന്നതിനും ഒക്കെ വലിയ അഭിമാനമാണ്. അതിപ്പോൾ പലരോടും അത് വളരെ അഭിമാനത്തോടു കൂടി പറയുകയും അത് എല്ലാ തരം പിന്തുണ തരികയും ചെയ്യാറുണ്ട്. അത് ഒരു വലിയ, പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം കുടുംബത്തിൽ നിന്ന് കിട്ടാത്തൊരു പിന്തുണയാണ്. ഇപ്പോൾ വലിയ മാറ്റമുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ യുവ എഴുത്തുകാരോട് പറയാനുള്ള എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ? എഴുത്തുകാരികളോട് ഉപദേശത്തിൻ്റെ കാര്യമില്ല. കാരണം ഒന്ന്, ഞാൻ ഫിക്ഷൻ അല്ല എഴുതുന്നത്. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക, സ്ത്രീകളുടെ ജീവിതം പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം. അതാണ് കാരണം ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അക്കമ്മ ചെറിയാൻ്റെ ജീവചരിത്രം, ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ജീവചരിത്രം, പിന്നെ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം കേരള സ്ത്രീ 6 പതിറ്റാണ്ടിലൂടെ. അപ്പോൾ ഇങ്ങനെ എൻ്റെ എഴുത്തും എൻ്റെ പ്രവർത്തനങ്ങളും പ്രധാനമായും സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എല്ലാം ഫിക്ഷനൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഫിക്ഷനിലാണെങ്കിലും നോൺ ഫിക്ഷനിലാണെങ്കിലും ഞങ്ങളെക്കാളൊക്കെ വളരെ വളരെ മുന്നിലാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. എഴുത്തുകാരികൾ, ഇപ്പോൾ നോവലിസ്റ്റുകൾ തന്നെ, ഇപ്പോൾ KR മീര ആവാം, ജിസ ജോസ് ആവാം, ഷീല ടോമി ആവാം, ഇപ്പോൾ ഏറ്റവും പുതിയ നിമ്ന വിജയ്, പുസ്തകം വലിയ കേമ അല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും എത്രയോ എഡിഷനുകളാണ് പോയത്. ചെറുപ്പക്കാരുടെ, യുവതികളുടെ, യുവാക്കളുടെ ഒക്കെ മനസ്സ് മനസ്സിലാക്കുന്ന പുസ്തകമാണ്. ഇങ്ങനൊരു നിര തന്നെയുണ്ട്. ഇപ്പം കവിതകളുടെ കാര്യത്തിലാണെങ്കിലും VS ബിന്ദു ഉണ്ട്, അമ്മു ദീപയുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ചില പേരുകൾ വിട്ടു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു കരുത്തുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയല്ല, ഇന്ന് സ്ത്രീകൾ വളരെ തുറന്നെഴുതുകയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുകയും, പൈങ്കിളി എഴുത്തേ അല്ല അവരുടെ. പൈങ്കിളി എഴുത്ത് എന്നുള്ളത് പെൺകുട്ടികൾ ചെയ്യുന്നേയില്ല. വളരെ കരുത്തോടു കൂടി അവർ എഴുതുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും പിന്തുണയും അവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വെല്ലുവിളികളുണ്ട്. വെല്ലുവിളികളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പെൺകുട്ടികൾ ഇപ്പോഴും എഴുത്ത് അവർ തൂലിക കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ചുവടുവയ്പ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നന്നായി എഴുതുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ
ഇന്നത്തെ സമൂഹത്തിന് മാറ്റം വരുത്താൻ ഉതകുക എന്ന തരത്തിൽ വളരെ രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്നുള്ള അർത്ഥത്തിലല്ല, ആ രീതിയിൽ ഉള്ള എഴുത്തുകൾ കൂടുതലായി വരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും ഭരണകൂടം എഴുത്തുകാരെ ഭയപ്പെടും. ഇപ്പം തന്നെ അരുന്ധതി റോയുടെ ഒരു പുസ്തകം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിരോധനങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്, അതിന് കരുത്തുള്ളതുകൊണ്ടാണ് നിരോധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അത്തരത്തിലുള്ള എഴുത്തിലേക്ക് കുറേ കൂടി ഇനിയും വരേണ്ടതായിട്ടുണ്ട്, വരിക തന്നെ ചെയ്യും തോന്നുന്നു. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും അതെ, ഇപ്പോഴത്തെ പുരുഷന്മാരായ ചെറുപ്പക്കാരെഴുതുന്ന നോവലുകളൊക്കെ ഗംഭീര നോവലുകളാണ്. സംസ്ഥാനത്തിൻ്റെ പല പല മേഖലകൾ, അതായത് PSC അംഗമായിരുന്നു, അങ്ങനെ ഒത്തിരി മേഖലകളിൽ വർക്ക് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടമായിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി മാറിയത്. 6 വർഷം അത് പ്രവർത്തിച്ചു. ഈ പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തകർ ഒരാളോ മറ്റോ ഇതിനു മുമ്പ് PSC മെമ്പർ ആയിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ പുതിയൊരു ലോകമായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. അങ്ങനെ ഒരു PSC മെമ്പർ ആകും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. ആ സമയത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതൊരു വലിയൊരു മാറ്റമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ പ്രവർത്തകർക്ക് വളരെ നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് PSC മെമ്പർ. കാരണം എൻ്റെ അച്ഛൻ തന്നെ പറയും, മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ അറിയില്ലെങ്കിലും ഈ ആട് ഇല ഓടുന്നത് പോലെ എല്ലാ മേഖലയിലും നമ്മൾ തൊട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സ്പോർട്സ് തുടങ്ങിയ എല്ലാ മേഖലയും മാധ്യമപ്രവർത്തകർ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. അപ്പം PSC മെമ്പറും അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നാളെ മറ്റൊരു വിഷയത്തിലായിരിക്കും ഒരു ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന റൂൾസ്, ചട്ടങ്ങൾ, നിയമങ്ങൾ, അതൊക്കെയാണല്ലോ റൂൾ മേക്കിംഗ് ഒക്കെയാണല്ലോ PSC ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നതിൻ്റെ അനുഭവം നമുക്ക് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം വലിയ വിവാദങ്ങളില്ലാതെയും പ്രശ്നങ്ങളില്ലാതെയും പോകാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് ശിവൻകുട്ടിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്കൊക്കെ വളരെ ചെറിയൊരു കാര്യം തന്നെ അത് വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ടെൻഷനായിരുന്നു ഏത് സമയം. അപ്പോൾ അത് വളരെ സമാധാനപൂർവ്വം പൂർത്തിയാക്കി വേറൊരു ലോകം പരിചയപ്പെടുത്തി തരാൻ സഹായിച്ചു. ഈ ഇൻ്റർവ്യൂവിന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ നമ്മൾ ഈ 10-20 വർഷത്തെ മാധ്യമപ്രവർത്തനവും അതല്ലാതെ നടത്തുന്ന നമ്മുടെ പൊതുവായ ഇടപെടലുകളും ഒക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പലരുടെയും ജീവിതം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഇൻ്റർവ്യൂകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതാണല്ലോ പുതിയ സമൂഹത്തിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ സമീപനം എന്ന് തോന്നാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അവരാരും പത്രം വായിക്കുന്നില്ല, അവരാരും TV കാണുന്നില്ല. അവർക്ക് ഈ പറയുന്ന നമ്മളൊക്കെ എപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും സജീവമായി എല്ലാവരും ചിന്തിക്കുന്നു എന്ന് കരുതുന്ന കാര്യങ്ങളൊന്നും അവരുടെ തലയിലേ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് ഈ PSC മെമ്പറായിരുന്നപ്പോഴാണ്. വളരെയേറെ കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്. ഈ മാധ്യമപ്രവർത്തനവും എഴുത്തും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കുടുംബവുമായുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ചെലവഴിക്കാൻ പറ്റുമായിരുന്നു? അതൊരു വലിയ സർക്കസാണ്. ഇപ്പം എല്ലാ പൊതുരംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന സ്ത്രീയുടെയും ഒരു പ്രശ്നം തന്നെയാണ്. എനിക്കൊരു മകനാണുള്ളത്, ഗോവിന്ദ്. ഒറ്റ മകനേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ ചെലവഴിക്കുന്ന സമയം വളരെ കുറവ് തന്നെയാണ്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തകൻ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പിന്നെ മേയറായി, പിന്നെ MLA ആയി, പിന്നെ ഇപ്പോൾ മന്ത്രിയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിലും രാവിലെ മുതൽ രാത്രി വരെ യാതൊരു സമയമില്ല. 100 പ്രശ്നങ്ങൾക്കകത്തായിരിക്കും. രാവിലെ മുതലേ ജനം വരും. ശിവൻകുട്ടിയുടെ OP 6 മണിക്ക് തുടങ്ങുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു പുതുമയില്ല. കാരണം എൻ്റെ അച്ഛനും പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. പലതരത്തിലും ഇടപെടൽ, ഇതുപോലെ തന്നെ പ്രഭാഷണം, യാത്ര, അതൊക്കെയാണ്. ഞങ്ങളൊക്കെ പറയാറുണ്ട് കുട്ടിക്കാലത്ത് അച്ഛനെ എനിക്കും ചേട്ടനും ഒക്കെ ഒരു ഗസ്റ്റിനെ പോലെ, അമ്മയുടെ ഒരു അതിഥി വന്ന പോലെയാണ് അച്ഛൻ. ഞങ്ങൾ പറയും രാവിലെ ഉണരുമ്പോൾ
ചുരുട്ടിൻ്റെ മണം, അച്ഛൻ ചുരുട്ട് വലിക്കുമായിരുന്നു. ചുരുട്ടിൻ്റെ മണം വരുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അമ്മ പറയും അച്ഛനോട് പോയി സംസാരിക്കാൻ. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ അച്ഛൻ്റെ ജീവിതം ഒരു വഴിക്ക് അങ്ങനെയാണ് നമ്മൾ കരുതിയിരുന്നത്. അമ്മയുടെ അമ്മാവനാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയമ്മാവനാണ്. അമ്മ മുളയ്ക്കൽ എന്ന് പറഞ്ഞ പന്തളം ആണ് അമ്മയുടെ വീട്. എം എൻ ഗോവിന്ദൻ നായർ CPIയുടെ നേതാവായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്നു. അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് PK വാസുദേവൻ നായർ, മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ കുടുംബം കാപ്പിള്ളിലാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബത്തിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ അമ്മമാരും കുഞ്ഞമ്മമാരും വല്യമ്മമാരും ഒക്കെ ഈ ഞങ്ങളുടെ ഈ നേതാക്കന്മാരെക്കുറിച്ച്, ഈ അമ്മാവന്മാരെക്കുറിച്ച് പറയുന്ന വളരെ വലിയ കഥകളാണ് കേൾക്കുന്നത്. അല്ലാതെ ദൈവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുരാണങ്ങളൊന്നും അല്ല. ഞങ്ങളുടെ അമ്മൂമ്മമാർ പറഞ്ഞു തരുന്നത് ഇവരൊളിവിലിരുന്ന കഥയും അന്നത്തെ പോലീസ് വന്ന കഥയും അവരെത്രമാത്രം ഉദാത്തമായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നുള്ളതിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ കുട്ടിക്കാലം മുതലേ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്നുള്ളതും ഒക്കെ ഏറ്റവും മഹത്തരമായ കാര്യമായി അതങ്ങ് മുലപ്പാലിലൂടെ കിട്ടിയ ഒന്നാണ്.